ഒരു തെരഞ്ഞെടുപ്പിൽ എന്ന ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് മതി, ഒരു നേതാവ് മതി, ഒരു സംസ്ഥാനവും വേണ്ട, ഒരു ഇന്ത്യ മതി, ഒരു രാജ്യം മതി. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് മുസൽമാനും ക്രൈസ്തവനും പാഴ്സിയും ജൈനനുമെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പറങ്കി പടയാളികളെ തകർത്ത് തരിപ്പണമാക്കി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുമ്പോ അത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയമായിരുന്നു, അത് നെഹ്റുവിന്റെ രാഷ്ട്രീയമായിരുന്നു, അത് അംബേദ്കറുടെ രാഷ്ട്രീയമായിരുന്നു. ഇന്ന് പക്ഷേ BJP നടപ്പാക്കാൻ ശ്രമിക്കുന്നത് സവർക്കറുടെ രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നമ്മളെല്ലാവരും എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏകാധിപതിയായിട്ടുള്ള ഒരു ഗവൺമെന്റ്, സംഘപരിവാർ BJP ബജരംഗദൾ നടത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും, ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു, ഈ രാജ്യത്തെ വേർതിരിക്കാൻ ശ്രമിക്കുന്നു, ഈ രാജ്യത്തെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുവാനുള്ള വലിയ തിടുക്കത്തിലാണ്. 10 വർഷമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തിന് നേതൃത്വം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വന്നത്? നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഗുജറാത്തിൽ കലാപം നടത്തുകയുണ്ടായി. രാജ്യത്ത് BJPക്ക് അധികാരത്തിൽ വരണമെങ്കിൽ അവർക്ക് കലാപത്തിലൂടെയും രാജ്യത്തെ മുസ്ലിമീങ്ങളെയും ഹൈന്ദവരെയും ക്രൈസ്തവന്മാരെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അവർക്ക് കലാപത്തിൽ കൂടി മാത്രമേ അവർക്ക് അധികാരത്തെത്താൻ കഴിയുകയുള്ളൂ. അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് നമുക്കറിയാം, ഗുജറാത്തിൽ വലിയ കലാപം നടന്നു. ആ കലാപം ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ അടക്കം ആയിരക്കണക്കിന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുകയും, എന്തിനേറെ പറയുന്നു, കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള MP ആയിട്ടുള്ള ഇഹ്സാൻ ജാഫരിയെ പോലും കൊന്നൊടുക്കി, നൂറുകണക്കിന് അമ്മമാരെ ബലാത്സംഗം ചെയ്ത്, സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന രംഗമാണ് ഞാനും നിങ്ങളുമൊക്കെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, 2004 ആ വലിയ കലാപത്തിലൂടെയാണ് മോദിയെ ഇന്ത്യ രാജ്യം അറിയപ്പെടുന്നത്.